ബാംഗ്ലൂർ എൻ്റെ പേരിലേക്ക് ആ വീടിന് 15 ലക്ഷം രൂപയ്ക്ക് ഒരു ലോൺ എടുത്തിട്ടുണ്ട്. അത് ലാപ്സ് ആയി കിടന്നത് എൻ്റെ ലാസ്റ്റ് അതും ചെക്കിയുടെ ഘട്ടത്തിൽ എനിക്കൊരു ക്രെഡിറ്റ് കാർഡ് അതെൻ്റെ തലയിലൊക്കെ ഇവനൊരു ബുള്ളറ്റ് ഞാൻ ഒരു ഗിഫ്റ്റായിട്ട് കൊടുത്തൊരു ബുള്ളറ്റ് ഉണ്ട്. മകളുടെ പ്രായമുള്ള ഒരു കുഞ്ഞിനെ ഒരു ഹോട്ടലിൽ കൊണ്ട് ഇവൻ കൊണ്ട് ഉപയോഗിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു ബിഗ് ബോസ് കണ്ടസ്റ്റന്റ് ഇവന്റെ കൂടെ ബാംഗ്ലൂർ ഇവൻ കഞ്ചാവ് അടിച്ച് നടന്ന് ആ പെൺകുട്ടിയും കൂടെ കഞ്ചാവ് അടിച്ച് ഇവൻ. ജാക്കിരവെള്ളിലേക്ക് എല്ലാവർക്കും സുസ്വാഗതം. എന്തൊക്കെയാണ് ഈ കൊച്ചു കേരളത്തിൽ നടക്കുന്നതെന്നാണ്. ഇൻസ്റ്റഗ്രാമിലൂടെയാണ് ഞെട്ടിക്കുന്ന വെളിപ്പെടുത്തലുകളുമായിട്ട് നമ്മുടെ സജന രംഗത്തെത്തിയിരിക്കുന്നത്. അതായത് ഫിറോസ് ഖാനുമായുള്ള ജീവിതത്തിൽ തനിക്ക് നേരിട്ടിട്ടുള്ള ദുരനുഭവങ്ങളെ കുറിച്ച് തുറന്നു പറയുകയായിരുന്നു. ആദ്യ ഭാര്യയെ ഭീഷണിപ്പെടുത്തുന്നതിനെ കുറിച്ചും പ്രായപൂർത്തിയാവാത്ത ഒരു പെൺകുട്ടിയെ ഹോട്ടൽ റൂമിൽ വിളിച്ചു വരുത്തി അവളോട് മോശമായി പെരുമാറി അവളെ യൂസ് ചെയ്തതിനെ കുറിച്ച് തുറന്നു പറഞ്ഞിരിക്കുകയാണ് സജന. ആദ്യ ഭാര്യയെ ഡൈവേഴ്സ് ചെയ്യാതെയാണ് രണ്ടാമത്തെ ഭാര്യയെ കല്യാണം കഴിച്ചിരിക്കുന്നത്. അപ്പം നമുക്ക് വിശദമായി നോക്കാം. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് വീഡിയോ കാണാൻ ശ്രമിക്കണം. എനിക്ക് സബ്സ്ക്രിപ്ഷൻ വളരെ കുറവാണ്. ലൈക്ക് ചെയ്ത് സപ്പോർട്ടും ചെയ്യണം. ഇപ്പോൾ സജന പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർ ഡിവോഴ്സ് ചെയ്യാനുണ്ടായ കാരണം ഞാൻ പറയാതിരുന്നത് അത് മക്കളെ ബാധിക്കണ്ട എന്ന് കരുതിയിട്ടാണെന്നാണ്. ഇവൻ്റെ ഈ സ്വഭാവം ലോകം മുഴുവൻ അറിയും വേണം. ഫിറോസ് ഖാന്റെ ക്രൂരതകൾ എണ്ണി പറഞ്ഞിരിക്കുകയാണ് സജന. ബിഗ് ബോസ് താരം കൂടിയായിട്ടുണ്ടായിരുന്ന സജന നൂർ മുൻ ഭർത്താവ് ഫിറോസ് ഖാനെതിരെ ഗുരുതര ആരോപണങ്ങളുമായിട്ടാണ് ഇപ്പോൾ രംഗത്തെത്തിയിരിക്കുന്നത്. അതായത് ശാരീരികം, സാമ്പത്തികം, ലൈംഗികം എന്നിവ ഉൾപ്പെടെ വിവിധ തരത്തിലുള്ള പീഡനങ്ങൾ അനുഭവിച്ചതായിട്ടും ഇവർ ഈ വീഡിയോയിലൂടെ മാധ്യമങ്ങളോട് പറയുന്നുണ്ട്. അതായത് സജനയെ മാത്രമല്ല ഫിറോസിൻ്റെ മുൻ ഭാര്യയും സമാനമായ പ്രശ്നങ്ങൾ തന്നെയാണ് നേരിടേണ്ടി വന്നുവെന്നും അതുപോലെ തന്നെ കല്യാണം കഴിച്ചതിനെ പറ്റിയും നിയമപരമായി ചില സംശയങ്ങൾ നിലനിൽക്കുന്നുവെന്നും സജന ആരോപിക്കുന്നുണ്ട്. അതിൽ പ്രധാനമായിട്ടും ഇവരുടെ പ്രശ്നം ആരംഭിക്കാനുണ്ടായിരുന്ന കാരണം എന്ന് പറയുന്നത് ഈ 5 സെൻറ്റ് സജനയുടെ പേരിലുണ്ടായിരുന്ന ഒരു 5 സെൻറ്റ് സ്ഥലവും പുരയിടവും അത് കൈവശപ്പെടുത്താനും അതുപോലെ സാമ്പത്തികമായിട്ട് തളർത്തിയതുമാണ് പ്രധാന പ്രശ്നങ്ങളായിട്ട് സജന ചൂണ്ടിക്കാണിച്ചത്. അതുപോലെ തന്നെ വീട്, ലോണ്, ക്രെഡിറ്റ് കാർഡ് അങ്ങനെയുള്ള തുടങ്ങിയ ബാധ്യതകളൊക്കെ തുടങ്ങിയവ എല്ലാം ഈ സജനയുടെ പേരിൽ അടിച്ചേൽപ്പിക്കുകയും അതുമൂലം കനത്ത സാമ്പത്തിക പ്രതിസന്ധി സജന നേരിടേണ്ടി വരികയും ചെയ്തു. പിന്നെ ഇതൊന്നും കൂടാണ്ട് ഭീഷണികളും മാനസിക സമ്മർദ്ദവും ഒക്കെ നേരിടേണ്ടി വന്നു എന്നാണ് അവർ വ്യക്തമായി പറയുന്നത്. ഇതൊന്നും കൂടാണ്ട് പ്രായപൂർത്തിയാകാത്തവരെ ഉൾപ്പെടുത്തിയുള്ള ഗുരുതര ആരോപണങ്ങളും മറ്റ് സ്ത്രീകളുമായിട്ട് ബന്ധപ്പെട്ട ചതികളും ലഹരി ഉപയോഗവും ബന്ധപ്പെട്ട സംഭവങ്ങളൊക്കെ ഫിറോസ് ഖാനെതിരായിട്ട് ഈ സജന ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. സജന അവസാനമായി പറഞ്ഞു വയ്ക്കുന്നത് തന്നെയും തൻ്റെ കുട്ടികളെയും സംരക്ഷിക്കണമെന്നും അതായത് നിയമപരമായിട്ടുള്ള ഒരു പോരാട്ടത്തിന് താൻ തയ്യാറെടുക്കുകയാണെന്നും സജന വ്യക്തമാക്കുന്നത്. ഇനി മൗനം പാലിച്ചിട്ട് ഒരു കാര്യമില്ല എന്നാണ് സജന പറഞ്ഞു വയ്ക്കുന്നത്. ഈ പുള്ളിക്കാരൻ എൻ്റെ ലൈഫിലോട്ട് വരുമ്പം എൻ്റെ കുഞ്ഞുണ്ട്, എൻ്റെ കുഞ്ഞിനെ പൊന്നുപോലെ നോക്കാം, സെക്കൻഡ് ഫാദറാണ്, പൊന്നുപോലെ നോക്കാം എന്ന് പറഞ്ഞു വന്ന വ്യക്തി 1 മാസം കഴിഞ്ഞപ്പോഴത്തേക്ക് പയ്യെ എൻ്റെ കുഞ്ഞിനെ കാണാൻ വിടാൻ സമ്മതിക്കുന്നില്ല. ആദ്യത്തെ മാസം ആയതുകൊണ്ട് കുറച്ച് നാൾ എൻ്റെ വീട്ടുകാർ പറഞ്ഞു പുതുമുടി ആയതുകൊണ്ട് ഒന്ന് മാറ്റി നിർത്താം, കുഞ്ഞുങ്ങളെ ഞങ്ങൾ നോക്കാം, നിങ്ങൾ പോയി വന്ന് കണ്ടുകൊണ്ടിരിക്കുക, കുറച്ച് കഴിയുമ്പോൾ നമ്മൾ കുഞ്ഞിനെ തന്നു വിടാമെന്ന് പറഞ്ഞു. ആദ്യത്തെ മാസം ആയപ്പോഴത്തേക്ക് കുറച്ച് കുഞ്ഞിനെ കാണാൻ പോകുന്നതും കുഞ്ഞിൻ്റെ അടുത്ത് സംസാരിക്കുന്നതും എല്ലാം പയ്യെ ഗ്യാപ്പ് ഇട്ടിട്ട് വരുന്നുണ്ട്. അപ്പൊ തന്നെ സജനയുടെ ആദ്യ ഭർത്താവിലുണ്ടായിരുന്ന ഒരു കുട്ടി ഓൾറെഡി ഉണ്ടായിരുന്നു. അപ്പോൾ അത് സെക്കൻഡ് മാരേജ് ആണ്. അപ്പോൾ ഫിറോസ് ഇവളുടെ ജീവിതത്തിൽ വന്നതിന് ശേഷം കൊച്ചിനെ അവർ മാറ്റി നിർത്തിയിട്ടുണ്ടായിരുന്നു. ഹണിമൂണും കാര്യങ്ങളൊക്കെ ആണല്ലോ എന്ന് പറഞ്ഞുകൊണ്ട്. അതിനുശേഷം കൊച്ചിനെ കാണാനായിട്ട് സജനേനെ അധികം വിടാതെയായി. അവിടുന്നാണ് ഒരു തുടക്കം. അത് ടോക്സിക്കിൻ്റെ ആദ്യ പടി എന്നൊക്കെ പറയും, അതുപോലത്തെ ഒരു സംഭവം തോന്നുന്നു. ഞങ്ങളുടെ ലൈഫിൽ തുടക്കത്തിൽ തന്നെ ഒരു ചെറിയൊരു പ്രശ്നം മുളച്ചു കഴിഞ്ഞു. ഈ ഒരു പ്രശ്നത്തിൽ എന്നിട്ടും ഞാൻ സഹിച്ചു നിന്നു. കാരണം സെക്കൻഡ് മാരേജ് അല്ലേ, നാട്ടുകാരറിഞ്ഞ എന്ത് ചെയ്യും, വീട്ടുകാരറിഞ്ഞ എന്ത് ചെയ്യും, ആൾക്കാരുടെ മുന്നിൽ ഞാൻ എന്താണ് രണ്ടാമത്തെ മാരേജും അതും പ്രശ്നമായി എന്ന് പറയുന്നത് പേടിച്ച് തന്നെ സത്യം പറഞ്ഞാൽ പലതും മിണ്ടാതിരുന്നിട്ടുള്ളത്. അത് കഴിഞ്ഞ് കുറേ കഴിഞ്ഞിട്ട്
അപ്പോഴത്തേക്ക് 2 മാസമെല്ലാം ആയപ്പോഴത്തേക്ക് പുള്ളിക്കാരന് ഞാനും എനിക്ക് പ്രഗ്നൻ്റ് ആയി. ആ സമയത്തും എനിക്ക് ഒട്ടും താല്പര്യമില്ലായിരുന്നു. വേറൊന്നും കൊണ്ടല്ല, എൻ്റെ കുഞ്ഞിന് 2.5 വയസ്സേ ഉള്ളൂ. ആ സമയത്ത് എനിക്ക് രണ്ടാമതൊരു കുഞ്ഞെന്ന് പറയുമ്പം അവൾക്ക് കൊടുക്കുന്ന ഒരു കുറച്ചുകൂടെ ആയിക്കഴിഞ്ഞ ഒരു 5 വയസ്സൊക്കെ ആയിക്കഴിഞ്ഞാൽ ഒരു കുഞ്ഞുണ്ടാവുന്നത് എന്നുള്ളത് പറഞ്ഞാൽ ആ ഒരു സാധനമാണ്. അതും ഞാൻ പുള്ളിക്കാരനടുത്ത് ആദ്യം പറയുന്നുണ്ട്. അപ്പോൾ പുള്ളിക്കാരൻ അപ്പം പറഞ്ഞു, സച്ചന എനിക്ക് എൻ്റെ മോളെ കിട്ടുന്നില്ല. അവിടുത്തെ കുറേ കാര്യങ്ങൾ പറഞ്ഞിട്ട് എനിക്ക് കുഞ്ഞിനെ കിട്ടുന്നില്ല, എനിക്ക് കുഞ്ഞിൻ്റെ മിസ്സിംഗ് ആണ്, എനിക്ക് കുഞ്ഞിനെ വേണം, അല്ലെങ്കിൽ ഞാൻ മെൻ്റലി കുറച്ച് ഡിപ്രഷനായി പോകും, അതുകൊണ്ട് എനിക്ക് വേണം എന്ന് പറഞ്ഞ ലാസ്റ്റ് കുഞ്ഞെങ്കിൽ കുഞ്ഞാവാന്നുള്ളൊരു പ്ലാനിങ് ആയി. നെക്സ്റ്റ് മന്ത് തന്നെ കുഞ്ഞാവുന്നു, പ്രഗ്നൻ്റ് ആവുന്നു. പ്രഗ്നൻ്റ് ആയി കുറച്ച് നാൾ കഴിഞ്ഞപ്പോൾ ഇതുപോലെ തന്നെ പ്രശ്നങ്ങൾ വരുന്നുണ്ട്. ഈ കുഞ്ഞിനെ വെച്ചിട്ട് എനിക്ക് കുഞ്ഞിനെ കാണാൻ പോകാൻ പറ്റത്തില്ല, എൻ്റെ വീട്ടിൽ വിളിക്കാൻ പറ്റത്തില്ല, സംസാരിക്കാൻ പറ്റത്തില്ല. എനിക്ക് എന്നെ ഇങ്ങനെ ടോർച്ചർ ചെയ്ത് ഈ മോനുണ്ടായ സമയത്തെ, വയറ്റിലുണ്ടാകുന്ന സമയത്തെ ഈ പ്രശ്നങ്ങൾ മൊത്തവും കരച്ചിലും ബഹളം, രാത്രി പുതപ്പിട്ട് മൂടിയിട്ട് ഞാൻ ഇന്ന് കരയും. എൻ്റെ കുഞ്ഞിനെ കാണാൻ പറ്റുന്നില്ലല്ലോ, എൻ്റെ കുഞ്ഞിനെ വിളിക്കാൻ പറ്റുന്നില്ലല്ലോ, എൻ്റെ വീട്ടുകാരെന്ന് വിളിച്ചു കഴിഞ്ഞാൽ എനിക്ക് പറയായിരുന്നു. എന്ത് ചെയ്യണമെന്ന് അറിയാത്തൊരു വല്ലാത്തൊരവസ്ഥ. ഇതെല്ലാം അനുഭവിക്കുന്നവർക്കേ ഈ സിറ്റുവേഷൻ എന്താണെന്ന് മനസ്സിലാക്കാൻ പറ്റത്തുള്ളൂ. ചിലപ്പോൾ തെറ്റ് പറയും, നീ എന്തിനാ ഈ 2ാമത് മാരേജ് ചെയ്യാൻ പോയി ഒരു മോളെ വെച്ചിട്ട്. ശരിയാണ്, അത് നമ്മൾ ആ പ്രായത്തിൽ ചിന്തിക്കത്തില്ല. പല തെറ്റുകളും പല കമന്റുകളും ഇനി വരുമായിരിക്കും. പക്ഷേ ഈ സിറ്റുവേഷനിൽ പോകുന്ന ഒരു വ്യക്തികൾക്ക് മാത്രമേ ഈ ലൈഫ് എന്താണെന്നും ഇതെന്താണെന്നും മനസ്സിലാക്കാൻ പറ്റത്തുള്ളൂ. കൊച്ചിന് നല്ലൊരു ഫാദർ ആവും എന്ന് പറഞ്ഞുകൊണ്ടാണ് സച്ചിനയുടെ ജീവിതത്തിലേക്ക് ഫിറോസ് കടന്നു വന്നിട്ടുണ്ടായിരുന്നത്. കടന്നു വന്നതിന് ശേഷമാണ് മെല്ലെ മെല്ലെ മാറാൻ തുടങ്ങിയത്. അതിപ്പോൾ എല്ലാത്തിലും അങ്ങനെയൊക്കെ തന്നെയാണ്. അപ്പോൾ ലൈഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് കണ്ണടച്ച് ആരെയും അങ്ങനെ വിശ്വസിക്കാനൊന്നും സാധിക്കില്ല. ജീവിതമാണ് നമ്മളെ ഓരോ കാര്യങ്ങൾ പഠിപ്പിക്കുന്നത്. ഇപ്പോൾ പുള്ളിക്കാരൻ്റെ ഒരു സംഭവം പിടിക്കുന്നതിനെ പറ്റിയിട്ടാണ് ഇനി സജന പറയുന്നത്. എനിക്ക് സംശയം എന്ന് പറയുന്ന കാര്യം ഫിറോസിനെ ഇല്ലായിരുന്നു. ഒരു തരി പോലും ഫിറോസ് എങ്ങനെയാണെന്നോ ഫിറോസ് എന്താണ് ഒരു തരി പോലും എനിക്ക് ഒരു സംശയമില്ല. അങ്ങനെ നിൽക്കുമ്പോഴാണ് ഫിറോസിൻ്റെ ഫോണിൽ എനിക്ക് രാത്രിയായപ്പോൾ ഒരു വെപ്രാളം പോലെ, ഒരു ശ്വാസം മുട്ടൽ പോലെ, എനിക്കറിയത്തില്ല അതെന്താണെന്ന്. ആ സിറ്റുവേഷൻസ് അനുഭവിച്ചവർക്ക് അറിയാമായിരിക്കും. ഒരു വെപ്രാളം പോലെ വന്നിട്ട് ഞാനൊരു 2 മണി സമയത്ത് ഞാൻ വെള്ളമൊക്കെ കുടിച്ചിട്ട് ഞാനൊന്ന് ചുമ്മാ പുള്ളിയെ വിളിക്കുക, കോൾ വെയിറ്റിങ്. അപ്പോഴേ കട്ട് ചെയ്തിട്ട് എന്നെ തിരിച്ചു വിളിച്ചു. പക്ഷെ ആര് ഈ സമയത്ത്? അപ്പം ഞാൻ ചോദിക്കുക, സ്വാഭാവികമായിട്ട് ഞാൻ ചോദിക്കുക, ആര് ഈ സമയത്ത്? അത് പുള്ളിയുടെ ഏതൊരു ഗൾഫിൽ നിന്നുള്ള കൂട്ടുകാരനാന്ന് പറഞ്ഞു. ഓക്കെ, എൻ്റെ മനസ്സിൽ ഒരു തരി പോലും പുള്ളിയെ സംശയമില്ല എനിക്ക്. ഞാൻ ഓക്കെ എന്ന് പറഞ്ഞു വെച്ചെങ്കിലും ഉള്ളിലൊരു പിടപ്പുണ്ട്. ആരായിരിക്കും, എന്തിനാ വിളിച്ചത്? സംശയമില്ല എന്ന് പറഞ്ഞിട്ട് സംശയമില്ല, ക്യൂരിയോസിറ്റി ആയിരിക്കാനാണ് സാധ്യത. ഒരു സംശയത്തിന് എവിടെയെങ്കിലും സാധനം ഇട്ടെങ്കിൽ എനിക്ക് അങ്ങനെ സാധനം പറയാം. എനിക്ക് ആ സമയത്ത് അങ്ങനെ പോലും ഇല്ല. പക്ഷെ എന്തുകൊണ്ടാണെന്ന് എനിക്കറിയത്തില്ല, എനിക്ക് ഭയങ്കര ടെൻഷൻ കയറി. അത് വിളിക്കുന്നത് എൻ്റെ പഴയ ഞാൻ ടാബ് എന്ന് പറഞ്ഞൊരു സാധനം ഉണ്ടല്ലോ, ആ ടാബിനകത്ത് ഈ സിം ഇട്ടേക്കുന്നത്. സംശയമല്ല, ക്യൂരിയോസിറ്റി എന്ന് പറയും. അതായത് ആരാണ് വിളിച്ചതെന്ന് അറിയാനുള്ള ഒരു ത്വര, അതും ഒരു സംശയത്തിൻ്റെ ഭാഗമാണെന്ന് പറയാം. അപ്പം ആ ടാബ് ഓൾറെഡി ഞാൻ വർക്ക് ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് വർക്കിൻ്റെ എല്ലാ സാധനങ്ങളും അതിനകത്തായിരുന്നു. ഞാൻ ഫോക്സ്വാനിൽ CRM ആയിട്ട് വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. ആ സമയത്തുള്ള എല്ലാ ഫയലും ഞാൻ എനിക്ക് ഫോണിനെക്കാട്ടിലും ടാബിനെ കുറിച്ചാണ് ഏറ്റവും കൂടുതൽ അറിയാം. ആ ടാബാണ് എൻ്റെ ലൈഫിൽ എൻ്റെ വർക്കിൻ്റെ കാര്യങ്ങളെല്ലാം ചെയ്യുന്നത്. ആ ടാബിലാണ് ഫിറോസ് ഈ കോൾ ചെയ്യുന്നത്. ഓക്കെ, രാവിലെ ആയപ്പം എനിക്കെന്തോ ഒരു പ്രശ്നം തോന്നി. ഞാൻ ചോദിച്ചു, ആരെയാണ് വിളിച്ചത്? അത് ഞാൻ തലേന്ന് പറഞ്ഞ ദുബായിൽ നിന്നാണ്, അടുത്ത ദിവസം പറയുന്നത് ഖത്തറിൽ നിന്നാണ്, അല്ല ലണ്ടനിൽ നിന്നാണോ, അങ്ങനെ എന്തോ ഒരു സംഭവം. അത് മിസ്മാച്ച് ആയിട്ട് പറഞ്ഞു. അവിടെ എനിക്ക് സംശയം തോന്നി. ഞാൻ നേരെ അവരുടെ വീട്ടിൽ പോയി ടാബ് മേടിച്ചു. ഞാൻ പറഞ്ഞു, എനിക്കെന്തോ സംശയം തോന്നുന്നു. അപ്പോൾ എനിക്ക് നിനക്ക് സംശയം, നീ എന്താ ഇങ്ങനെ കാണിക്കുന്നത്, നീ ഇങ്ങനെയൊക്കെ കാണിക്കുന്നുള്ളൂ പറഞ്ഞിട്ട് പ്രശ്നം ഉണ്ടാക്കി. ഞാൻ ഈ ടാബും കൊണ്ട് റൂമിലോട്ട് കയറിയിട്ട് ഈ ഫുള്ള് റെക്കോർഡിങ് ഓൾറെഡി ഉള്ളതാണ് ഈ ഫോണിൽ. ഇതിനകത്ത് ഫുള്ള് റിക്കവറി ചെയ്ത് ഞാൻ എടുത്തു. ഈ ടാബിൻ്റെ കാര്യങ്ങളെല്ലാം എനിക്കറിയാമെന്നില്ല, റിക്കവറി ചെയ്തെടുത്ത്. നമ്പർ 1 വെപ്രാളം കണ്ടു കഴിഞ്ഞാൽ ഉറപ്പിക്കാം ഇതിന് എന്തോ കള്ളത്തരം ഉടായ്പൊക്കെ മണക്കുന്നുണ്ട് എന്നുള്ളത്. ഓക്കെ, ആശാനെ അട്ടപ്പട്ടലം തൂക്കിയിരിക്കുകയാണ്. തൂക്കി ചുവന്ന കരങ്ങളോടെ. ഞാൻ ആ സമയത്ത് ടൈമിൽ ഞാൻ പ്രാർത്ഥിക്കുന്നത്, റബ്ബേ ഒരിക്കലും എൻ്റെ തെറ്റിദ്ധാരണ ആയിരിക്കണേ ഞാൻ കാണിക്കുന്ന. പുള്ളി ഭയങ്കര പ്രശ്നം, വെളിയിൽ കിടന്ന് ബഹളം ഉണ്ടാക്കുന്നുണ്ട്, വാണ്ടാന്നെല്ലാം പറഞ്ഞ് ബഹളം ഉണ്ടാക്കുന്നുണ്ട്. അപ്പോഴും ഞാൻ പ്രാർത്ഥിക്കുന്നത് എൻ്റെ സംശയം മാത്രമായിരിക്കണേ റബ്ബേ, ഇതൊരിക്കലും തെറ്റ് കാണല്ലേ, ഇതിനകത്ത് ഒരു തെറ്റും കാണല്ലേ, പുള്ളി എന്നെ ഒരിക്കലും ചതിക്കല്ലേ എന്ന് പറഞ്ഞുകൊണ്ടാണ് ഞാൻ എൻ്റെ സംശയം തീർക്കാൻ വേണ്ടി മാത്രം, പുള്ളിയെ ഞാൻ തെറ്റുകാരനല്ലെന്നാക്കാൻ വേണ്ടിയിട്ട്, എൻ്റെ മനസ്സിനെ തൃപ്തിപ്പെടുത്താൻ വേണ്ടിയിട്ട് ചെയ്ത കാര്യം. ഒരു പെണ്ണും കേൾക്കാൻ പറ്റാത്ത, ഒരു പെണ്ണും
ഞാനല്ല ആലോചിക്കണേ, ഇവൻ എന്ത് പൊട്ടറാണ്. ഇങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ ഉണ്ടായിട്ട് ഇത് കൊടുത്തല്ലോ ടാബ്. കൊടുത്തതിന് ശേഷം പിന്നെ അവിടെ കിടന്ന് എന്തിനാണ് ഈ അയാൾ ലഹളടിക്കുന്നത്? സത്യം പറഞ്ഞാൽ ആ വാക്കിൽ എന്ത് ചെയ്യണമെന്ന് എനിക്കറിയത്തില്ല. ഫസ്റ്റ് ലൈഫ് ഇങ്ങനെ, അതിലൊരു കുഞ്ഞ്, രണ്ടാമത്തെ ലൈഫ് ഇങ്ങനെ, അതിനകത്ത് ഒരു കൈക്കുഞ്ഞ്, 3 മാസമുള്ളൊരു കുഞ്ഞ്. കേൾക്കുന്ന വാക്കുകൾ ഒരു പെണ്ണുമായിട്ടുള്ള സെക്ഷൽ സംസാരങ്ങൾ മാത്രം, വൃത്തികെട്ട ടോപ്പിക്. ഇന്നലെ ഞാൻ വന്നതുപോലെ, അപ്പം ഇന്നലെ അവിടെ ചെന്നും കഴിഞ്ഞിട്ടുണ്ട്. അപ്പം എനിക്ക് പറയാൻ ഭയങ്കര മടിയാണ്. അത്രയ്ക്ക് അഭ്യസമായിട്ടുള്ള വൃത്തികെട്ട വേർഡ്സ് ആണ് അതിനകത്ത് പറയുന്നത്. ഒരു ഭാര്യ കേൾക്കുക, ഇത്രയും വൃത്തികേടായിട്ടുള്ള വാക്കുകൾ കേൾക്കുക. ഇത് ഞാൻ കണ്ട് തകർന്ന് എനിക്ക് എന്ത് ചെയ്യണമെന്ന് എനിക്ക് അറിയണം. കുറച്ച് സെക്കൻഡ് ഞാൻ ബ്ലാങ്കായി. വീട്ടിൽ നിന്ന് എല്ലാവരും കൂടെ വലിച്ചു തുറന്നു, കഥ തുറന്നു കൊടുത്തു. ഞാൻ സ്റ്റക്കായിട്ട് നിൽക്കുക. അവരുടെ വീട്ടുകാരെല്ലാവരും ഓടിയെത്തി. അവരുടെ വീട്ടിലാണ് സംഭവം. വീട്ടിലെത്തി കുഞ്ഞിനെ അവരുടെ വീട്ടുകാരുടെ കുഞ്ഞുമാരുടെ കയ്യിലൊക്കെയാണ്, അവരുടെ ബന്ധുക്കാരുടെ കയ്യിലാണ് കുഞ്ഞിരിക്കുന്നത്. ഞാനങ്ങ് പൊട്ടിക്കരഞ്ഞിട്ട് ഞാൻ പറഞ്ഞു, ഇങ്ങനെയൊക്കെയാണ് സംഭവിച്ചിരിക്കുന്നത്, എനിക്ക് എന്ത് ചെയ്യണമെന്ന് എനിക്കറിയത്തില്ല. രണ്ടാമത്തെ ലൈഫും ഇങ്ങനെ ആയി പോയോ എനിക്കറിയില്ല. ഞാൻ എൻ്റെ കുഞ്ഞ് എല്ലാം ഞാൻ ഭ്രാന്തിയാവുക. അപ്പം അവിടെ കുറച്ച് ഇൻസിഡൻസ് നടന്നു. അത് ഞാൻ വേറെ ആരെയും ഫാമിലിയൊന്നും ഞാൻ ഇടുന്നില്ല. അവരൊന്നും അറിയുന്നില്ലല്ലോ കാര്യങ്ങൾ. അവരും പോട്ടെ, സ്വാഭാവികം, മക്കളാവുമ്പോൾ സപ്പോർട്ട് ചെയ്യുമായിരിക്കാം. അതൊന്നും ഒരിക്കലും അവരൊന്നും ഞാൻ ഇതിനകത്ത് വലിച്ചു വയ്ക്കുന്നില്ല. കാരണം അവരൊക്കെ ഇപ്പോഴും എന്നെ സ്നേഹിക്കുന്ന ആൾക്കാർ തന്നെ. അതുകൊണ്ട് ഞാൻ അവരാരെയും വലിച്ചിടുന്നില്ല. അവിടെ ഒരു ഇൻസിഡൻറ്റ് നടന്നു. ആ സമയത്ത് എനിക്ക് പറ്റുന്നില്ല. എനിക്കറിയില്ല, അവിടെ ഇരുന്നൊരു ബ്ലേഡ് എടുത്ത് ഞാൻ കൈ ഭയങ്കരമായിട്ട് മുറിച്ചു. എനിക്ക് ജീവിക്കേണ്ട, കാരണം എനിക്ക് വേറെ ഒന്നും ഞാൻ ചിന്തിക്കുന്നില്ല. ഞാൻ ഭയങ്കര ബ്ലാങ്ക് ആയിപ്പോയി. അങ്ങനെയാണ് എനിക്കൊന്ന് ബിഗ് ബോസിൽ വരുന്ന സമയത്ത് എല്ലാവർക്കും അറിയാം, എൻ്റെ കയ്യിലൊരു വലിയ പാടുണ്ടായിരുന്നു, 22 സ്റ്റിച്ചുള്ള പാടാണ്. ആ സമയത്ത് ആ ബ്ലേഡ് എടുത്ത് കീറിയത് മാത്രം എനിക്ക് ഓർമ്മയുണ്ട്. പിന്നെ ഞാൻ എൻ്റെ കുഞ്ഞുമാടെ ഹോസ്പിറ്റലാണ്. അപ്പോൾ ഇത് രണ്ടാമത്തെ ലൈഫാണ്. അപ്പോൾ ഒരു സെക്കൻഡ് മാരേജ് ആണ്. അപ്പോൾ അതിൻ്റേതായിട്ടുള്ള പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ആദ്യമേ തന്നെ ഉണ്ടാവും. ഓക്കെ, അപ്പോൾ ആൾക്ക് ആ പ്രതിസന്ധിയെ തരണം ചെയ്യാൻ കഴിയാതെ വന്നപ്പോൾ ആൾ ബ്ലേഡ് എടുത്തിട്ട് കൈ മുറിച്ചു. തുടർന്ന് ഹോസ്പിറ്റലിലാവുന്നു. പിന്നെ ഈ ഫിറോസ് വന്നിട്ട് കാല് പിടിക്കുന്നു, ഇനി മേലിൽ ഇങ്ങനെ ഉണ്ടാവില്ല, നീ ഇല്ലാതെ എനിക്ക് പറ്റില്ല. അതിന് ശേഷമാണ് ഇവർ ബിഗ് ബോസിലെത്തുന്നത്. ബിഗ് ബോസിലെത്തുമ്പോൾ ആൾ കയ്യിലുണ്ടായിരുന്ന മുറിവ് വേറെ എന്തോ കാരണങ്ങളാണ് അന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഇപ്പോൾ ആ കയ്യിലാണ്, ആ സ്ഥലത്താണ് ടാറ്റു അടിച്ചിരിക്കുന്നതെന്നാണ് ആൾ പറയുന്നത്. ഓക്കെ, തുടർന്ന് വീണ്ടും ഇവർ ഓക്കെ ആവുന്നു. ആ പാട് ഞാൻ മറയ്ക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ ടാറ്റു ചെയ്തത്. നേരത്തെ ബിഗ് ബോസിന്റെ സമയത്ത് കറക്റ്റ് ആ പാടുണ്ടായിരുന്നുണ്ട്. ഇത് കണ്ടോ, ഇത് കാണുമ്പോൾ അറിയാം. 6 മാസം കഴിഞ്ഞപ്പം എറണാകുളത്തോട് നമ്മൾ ഷിഫ്റ്റ് ചെയ്യുന്നു. 6 മാസം കഴിഞ്ഞപ്പോഴത്തേക്ക് എറണാകുളത്ത് നിന്ന് വീണ്ടും വേറൊരു പെണ്ണിനെ വെച്ച് ഞാൻ പൊക്കുക. മനസ്സിലായില്ലേ? വീണ്ടും വേറൊരു പെണ്ണിനെ വെച്ചിട്ട് പൊക്കുകയാണെന്നാണ് പറഞ്ഞത്. നിർത്തണം എന്നുണ്ടേ, പറ്റുന്നില്ല എന്നുള്ള അവസ്ഥയിലായിരിക്കാം ഫിറോസ്. ആ സിനിമ സെറ്റില് ഒരു ഇപ്പം ഫേമസ് ആയി നിൽക്കുന്ന ബിഗ് ബോസ് കണ്ടസ്റ്റന്റ് ഒരു കോസ്റ്റ്യൂമർ ഡിസൈനറാണ്. ഞാൻ ആരാന്നൊന്നും പറയുന്നില്ല, അവരാരും ഞാൻ എടുത്ത് വെളിയിലിടുന്നില്ല. ആ ഒരു സിനിമ സെറ്റിൽ വെച്ച് പരിചയപ്പെടുന്നു, നമ്മളും കണ്ടിട്ടുണ്ട്. അവിടെ നിന്നുള്ള മേക്കപ്പ് ആർട്ടിസ്റ്റുകൾ നമ്മൾക്കറിയാം. അവരെല്ലാം കൂടെ വിളിച്ചിട്ട് ഒരു ദിവസം എടുത്തോളൂ, സജിന ഫിറോസിനെ ഒന്ന് ശ്രദ്ധിച്ചോണേ, ഇങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ ഞങ്ങൾ കേൾക്കുന്നുണ്ടെന്ന്. ഞാൻ സ്റ്റക്കായി, ഞാൻ മിണ്ടയില്ല. ഞാൻ രണ്ടാമതും സ്റ്റക്കായി നിൽക്കുക, എന്താണെന്നുള്ളത് എനിക്കൊരു പിടുത്തമില്ലാതിരിക്കുക. അങ്ങനെ അതിനെക്കുറിച്ചുള്ള സെർച്ചിങ് എടുത്തു. അവരെൻ്റെ അടുത്ത് പറഞ്ഞു, ഈ സമയത്ത് ഒരു കോള് വന്നിട്ടുണ്ടെന്ന് പറയുന്നു. ആ സമയത്തുള്ള കാര്യങ്ങൾ എടുക്കുന്നു. നമ്മൾ കൊല്ലത്തോട്ട് വരുന്നു. കൊല്ലത്ത് വരുന്നപ്പോഴത്തേക്ക് പുള്ളിക്കാരൻ്റെ കൂട്ടുകാരനെ കാണാൻ വേണ്ടി പോകുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ഇറങ്ങി പോകുന്നു. പോയി കഴിഞ്ഞപ്പോഴും ഞാൻ ഓക്കെ, കൂട്ടുകാരനെ കാണാൻ പോയില്ല. അപ്പോൾ എന്നെ വിളിച്ചിട്ട് എൻ്റെ ഫോൺ സ്വിച്ച് ഓഫ് ആയിരിക്കും, ഞങ്ങൾ പോകുന്നിടത്ത് റേഞ്ച് ഇല്ല എന്നൊക്കെ പറയുന്നു. ആ കൂട്ടുകാരൻ എൻ്റെ ഫ്രണ്ടായിരുന്നു. ആ പുള്ളിക്കാരൻ്റെ ഫോണിൽ പുള്ളിക്കാരനെ കിട്ടാത്തതുകൊണ്ട് ഞാൻ വിളിക്കുന്നു. പുള്ളിയുടെ ജിമ്മേറ്റ് ഫ്രണ്ടാണ്. അവരെല്ലാം പിന്നെ കാണും, ആൾക്കൊക്കെ ഈ സത്യാവസ്ഥ അറിയാം. അവിടെ വെച്ച് അവർ സംസാരിക്കുമ്പം ഈ എന്നെ ആ ഫ്രണ്ട്, എൻ്റെ ആ ഷൂട്ടിംഗ് ലൊക്കേഷനിലുള്ള എൻ്റെ ആ ഫ്രണ്ട് കോസ്റ്റ്യൂമർ പുള്ളിക്കാരി എന്നെ വിളിച്ച് പറയുന്നു, സച്ചിന ഫിറോസും ഇന്ന ആളും കൂടെ ഭയങ്കര സംസാരം, മാറി നിന്ന് ചിരിയും കളിയും ഭയങ്കര കുറച്ച് സംഭവങ്ങൾ പറയുന്നുണ്ട്. ഫിറോസ് എവിടെയാണ്, നീ ശ്രദ്ധിക്കണേ എന്ന് ഞാൻ പറഞ്ഞതല്ലേ എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, ഫിറോസ്ക്കാരുടെ ഫോണിൽ അതിന് റേഞ്ച് ഇല്ലല്ലോ, ഫിറോസ്ക്കാരുടെ ഫോൺ അതിന് സ്വിച്ച് ഓഫ് അല്ലേ? എനിക്കറിയില്ല, പക്ഷെ ഫിറോസ് തന്നെയാണ് അവിടെ വിളിക്കുന്നത്. അവർ സംസാരിക്കുന്ന സംസാരങ്ങൾ ഭയങ്കരമാണ്. ഫിറോസ്ക്കാന്ന് വിളിച്ച് സംസാരിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്, നോക്കുന്നു. അപ്പോൾ ഉടനെ ഞാൻ അവരുടെ ഫ്രണ്ടിൻ്റെ ഫോണിൽ വിളിച്ചപ്പോൾ കോൾ വെയിറ്റിംഗ്.
കുറേ കാര്യങ്ങൾ വന്ന് അവിടെ നിന്ന് ഞാൻ പുള്ളിക്കാരൻ്റെ ഫോൺ ഇതാക്കുന്നു, അവനെ വിളിച്ചിട്ട് ഇങ്ങനെ റെക്കോർഡ് ചേർക്കുന്നു, ആ പെൺകൊച്ചിനുമായിട്ട് സംസാരിക്കുന്ന റെക്കോർഡ് എടുക്കുന്നു, അവരുമായിട്ട് സംസാരങ്ങളായി. ഞാൻ ആ പെണ്ണിനെ വിളിച്ച് വഴക്കായി. ഞാൻ ഇങ്ങനെ ലൈഫിൽ നിന്ന് ഒരു പ്രശ്നം ഉണ്ടായി, എൻ്റെ കൈ മുറിച്ച് ഞാൻ ഇങ്ങനെയൊക്കെയുള്ള സംഭവങ്ങൾ ഉണ്ടാക്കി, ഇങ്ങനെയൊക്കെ ലൈഫ് ഉണ്ടായി വന്നിരിക്കുകയാണ്, എന്നെ ദയവ് ചെയ്ത് അതൊന്ന് എൻ്റെ ലൈഫ് നശിപ്പിക്കില്ല എന്നുകൊണ്ട് ആ കൊച്ചിൻ്റെ അടുത്ത് കരഞ്ഞു. ആ കൊച്ചും പറഞ്ഞു എൻ്റെ അടുത്ത് ഒന്ന് സോറി ഇത്താ, ഞാൻ അങ്ങനെ എങ്ങനെയാണെന്നെല്ലാം പറഞ്ഞു. ആ കൊച്ചും കുറേ കാര്യങ്ങൾ പറഞ്ഞു, അത് വിട്ടു. അന്നും ഇതുപോലെ ഞാൻ സൂയിസൈഡിന് വേണ്ടി നോക്കി. കാരണം ജീവിതത്തിൽ എനിക്ക് മുന്നോട്ട് വേറൊരു മാർഗ്ഗമില്ല. കാരണം ആദ്യത്തെ ഒരു ലൈഫ് അങ്ങനെയായി, അതിനകത്തൊരു കുഞ്ഞ്, രണ്ടാമത്തെ ലൈഫ് ഇങ്ങനെയായി, അതിനകത്തൊരു കൈക്കുഞ്ഞായി. എനിക്ക് എന്ത് ചെയ്യുമെന്നൊരു ഒരു ഒരു പിടുത്തവും ഇല്ല. അതുകൊണ്ട് സഹിച്ച് പിന്നെയും കുറേ ശ്രമിച്ചു. പിന്നെയും കാലുപിടുത്തവും കരച്ചിലും, പിന്നെയും പൊക്കുന്നു, പിന്നെയും കരയുന്നു, പിന്നെയും പറയുന്നു. ഇതിൻ്റെ ഇടയ്ക്ക് പിന്നെ ഒരു ബ്രേക്കപ്പ്, വലിയൊരു ബ്രേക്കപ്പ് ആകുന്നു. ഒരു 6 months ഞങ്ങൾ പിരിഞ്ഞു നിൽക്കുന്നു, പിന്നെ ഞങ്ങൾ ബ്രേക്കപ്പ്, പിന്നെ ഒരുമിക്കുന്നു. ഇങ്ങനെ തന്നെയാണ് കടന്നു പോകുന്നത്. ഇതിൻ്റെ ഇടയ്ക്ക് എൻ്റെ കുഞ്ഞുങ്ങൾ വളർന്ന് വലുതായിക്കൊണ്ടിരിക്കുന്നു. ഒരു വട്ടം സൂയിസൈഡിനെ പറ്റി നോക്കി, രണ്ടാമതും സൂയിസൈഡിനെ പറ്റി നോക്കി. ഓക്കെ, ഇതിങ്ങനെ ഒരു തുടർക്കഥയായിരിക്കും. പിന്നെയും ഇവർ ഒന്നു ചേർന്നു എന്നുള്ളതാണ് എനിക്ക് അത്രയും കൺവിൻസ് ചെയ്യാൻ പറ്റാത്തൊരു കാര്യം. ഞാൻ പറഞ്ഞില്ലേ, ഞാൻ എൻ്റെ ആദ്യത്തെ വീഡിയോയിൽ ഞാൻ സംസാരിച്ചിട്ടുണ്ടായിരുന്നു. ഈ ഫിറോസ് എന്ന് പറഞ്ഞ ആൾ തൃശ്ശൂരുള്ള ഒരു നല്ലൊരു കാണാൻ മൊഞ്ചുള്ള ഒരു പെൺകുട്ടിയാണ്. ആ പെൺകുട്ടീനെ കല്യാണം കഴിച്ചിട്ട് ആ പെൺകുട്ടി പ്രഗ്നൻ്റ് ആയതിനു ശേഷം ആ അതിൻ്റെ കുട്ടീനെ പോലും കണ്ടിട്ടില്ല എന്നാണ് എനിക്കറിയാൻ കഴിഞ്ഞത്. സത്യമാണോ എന്നറിയില്ല. അതിനുശേഷം അവർക്ക് ചെലവിനും കൊടുക്കാറില്ല എന്നുള്ളതാണ് പറഞ്ഞു കേട്ടത്. അപ്പോൾ ഇന്ന് നമുക്കിനി അടുത്തൊരു വിഷയത്തിലോട്ട് കിടക്കാം. എനിക്ക് പല വർക്കുകൾ പോലും പോയിട്ടുണ്ട്. കാരണം ഇതെനിക്ക് പുറത്ത് പറയാൻ പറ്റാതെ, കാരണം പറഞ്ഞു കഴിഞ്ഞാൽ അവരും പേടിച്ചിട്ട് ആൾക്കാർ എന്തെങ്കിലുമൊക്കെ വിചാരിച്ച് ലാസ്റ്റ് എനിക്ക് വർക്ക് തന്നില്ല എന്ന് പറഞ്ഞാൽ ഞാനിത് ആർക്കും പറയത്തില്ല. അവർ വിളിച്ചിട്ട് എൻ്റെ സജന ഞങ്ങൾക്കൊക്കെ ഒരു ഫാമിലി ഉള്ളതാണ്, അവൻ വിളിച്ചിട്ട് നിൻ്റെ കൂടെ അങ്ങനെ എങ്ങനെയാണെന്നൊക്കെ പറഞ്ഞ് ഞങ്ങളത് പറയുന്നത്, ദയവ് ചെയ്ത് നിങ്ങളില്ലെങ്കിൽ വേറെ വർക്ക് കിട്ടും എന്ന് പറഞ്ഞിട്ട് അവർ പല വർക്കുകൾ, പല സീരിയൽസ് ആവട്ടെ, സിനിമ ആവട്ടെ, എല്ലാ കാര്യങ്ങളും ആൾക്കാരെ പറഞ്ഞ് എൻ്റെ ഫ്രണ്ട്സിനെ വിളിച്ചിട്ട് സംശയം, ഞാൻ ആരും കൂടെ പോയി കഴിഞ്ഞാൽ ഇയാൾ വേണ്ടാന്ന് വെച്ച് നമ്മൾ പിരിഞ്ഞ ആൾക്കാരാണ്. അതായത് ഈ മഞ്ഞപ്പിത്തമുള്ളവനെ കാണുന്നതൊക്കെ മഞ്ഞയായിട്ട് തോന്നുന്ന പണ്ടൊരു പഴമൊഴി കേട്ടിട്ടുണ്ട്. എനിക്ക് തോന്നണം അതായിരിക്കാനാണ് സാധ്യത. അപ്പോൾ ഇവരിൽ ആര് പറയുന്നത് വിശ്വസിക്കുന്നത് എനിക്ക് പറയാൻ പറ്റില്ല. ഇപ്പോൾ ഇത് കേട്ടിടത്തോളം ഞാൻ പറയുന്നതാണ്, ഈ അങ്ങനത്തെ ഒരു ടൈപ്പ് ആൾക്കാരുണ്ട്. അതായത് ഭാര്യ പോകുന്ന, ഇപ്പോൾ ഉത്തമ ഉദാഹരണമാണ് വടക്ക് നോക്കി യന്ത്രം, സംശയരോഗം. അതായത് ഞാൻ ആരാണോ എന്നുള്ളത് മറച്ചു വെച്ച്, അതായത് സ്വന്തം കണ്ണിലെ തടി കഷ്ണം എടുത്തു മാറ്റാണ്ട് മറ്റുള്ളവരുടെ കണ്ണിലെ കരടെടുക്കാൻ നടക്കുന്ന ആൾക്കാരാണ്. എന്നിട്ട് ഇയാൾ എന്നെ വിടാതെ ടോർച്ചർ ചെയ്ത് എന്നെ ഡിവോഴ്സ് തരാൻ പറഞ്ഞാൽ ഡിവോഴ്സ് ചെയ്തിട്ടില്ല, എനിക്ക് സമാധാനം തരാതെ ഇങ്ങനെ പുറകെ നടന്ന് ടോർച്ചർ ചെയ്തുകൊണ്ടിരിക്കുക. എൻ്റെ ഫ്രണ്ട്സിനെ വിളിച്ചിട്ട് പറയുന്നത്, നീ അവളോട് കിടക്കുന്ന നേരത്തൊക്കെ പറയുന്നത് എല്ലാവരും പറയുന്നത്, നീ അവളോട് കടന്നില്ലേ. അതായത് ഒരു പെണ്ണ് കേൾക്കാൻ പറ്റുന്ന അപ്പുറം എൻ്റെ വീട്ടുകാർ വിളിച്ച് ഷൗട്ട് ചെയ്തു, അവരുടെ വീട്ടുകാർക്ക് പറയുന്നു, അവർ വീട്ടുകാർ വിളിച്ച് പറയുന്നു, ആ കൊച്ചിനെ എന്ത് ജീവിക്കാൻ സമ്മതിക്കും, അവർ വീട്ടുകാർ സഹിതം പറയുന്നു. അവരുടെ വീട്ടുകാരൊക്കെ ഇപ്പോഴും എൻ്റെ കൂടെ നല്ല രീതിയിൽ സഹകരിക്കുന്ന ആൾക്കാരാണ്. അപ്പോൾ ആ സീരിയല്, അതായത് പുള്ളിക്കാരത്തിക്ക് എവിടെ പോയാലും ഇപ്പോൾ ആള് കൂടെ വരിക. ഇപ്പോൾ സീരിയലിൻ്റെ ഷൂട്ടുണ്ട്, ഇപ്പോൾ സീരിയലിലോട്ട് പോയി, അപ്പോൾ അവിടെയും ആള് വന്നിട്ട് നീ ഇവൻ്റെ കൂടെ എല്ലാവർക്കും എടുക്കാൻ പോകുന്ന ഇന്ന് രാത്രി, അങ്ങനെയുള്ള വർത്തമാനങ്ങളൊക്കെ പറയുന്നുണ്ടെന്നാണ് പുള്ളിക്കാരത്തി പറയുന്നത്. ഓക്കെ, പിന്നെ ഫിറോസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫെമിലിയറാണ്. പിന്നെ ഒരു ഇപ്പോൾ ആൾക്കാരുടെ അടുത്തൊരു കാര്യങ്ങൾ സംസാരിക്കുമ്പോൾ പോലും ഇപ്പോൾ ഒരു സാധാരണ ഒരു ആൾ പറയുന്ന പോലെയല്ല ഫിറോസ് പറയുമ്പോൾ, അത് 10 ആൾക്കാർക്ക് കേൾക്കാനുണ്ടാവും. ഓക്കെ, ഇപ്പോൾ സാധാരണ ഒരാൾ പറയുമ്പോൾ അത് കേൾക്കാൻ ഒരാളുണ്ടാവില്ല. അപ്പം അങ്ങനെയുള്ള ഒരു കുഴപ്പം പറ്റിയതാണ് ആദ്യ ഭാര്യയ്ക്ക്. ഇതെല്ലാം സഹിച്ച് ഇതെല്ലാം ഞാൻ കഴിഞ്ഞതിന് ശേഷം എൻ്റെ ലൈഫിൽ ഞാൻ സഖി കെട്ടിട്ടാണ് ഞാൻ വീഡിയോ ചെയ്യാൻ വേണ്ടി പോകുന്നത്. നിങ്ങളുടെ ഇനിയുള്ളൊരു ചോദ്യം ഞാൻ ചോദിക്കാം, എൻ്റെ കയ്യിലാണ് ഒരു തെറ്റെങ്കിൽ 5 വർഷമായി ഞങ്ങൾ പിരിഞ്ഞ് ജീവിക്കാം. ബിഗ് ബോസിന് ശേഷം ഒരു 6-7 മാസം കഴിഞ്ഞപ്പോൾ തന്നെ ഞങ്ങൾ പിരിഞ്ഞ് ജീവിക്കാൻ തുടങ്ങിയ ആൾക്കാരാണ്. ഒരു ലൈവിനകത്ത് മൂപ്പരാൾ പറഞ്ഞതാണ് 4 വർഷമായിട്ട് റസൂൽ പൂക്കുട്ടിയുമായിട്ട് ഇഷ്ടത്തിലാണ്, പ്രണയത്തിലാണ് എന്നുള്ളത്. അപ്പോൾ അത് അവിടുന്ന് തൊട്ട് തുടങ്ങിയതാണ് ഈ ഒരു സംഭവം. അപ്പം അതിൻ്റെ ഒരു ക്ലാരിഫിക്കേഷനാണ് ഇപ്പം തരാൻ ശ്രമിക്കുന്നത്. ഞാനൊരു വിൻഡോവിനകത്ത് വന്ന് പറഞ്ഞു, ഒരു ഇയറിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു പറഞ്ഞു.
എന്തോ ഞങ്ങൾ പിരിഞ്ഞിട്ടുണ്ടായിരുന്നു എന്നുള്ളത്. അത് 2.5 വർഷം കഴിഞ്ഞിട്ടേ ഉള്ളൂ, 2.5 വർഷമായിട്ടേ ഉള്ളത് ആ വീഡിയോ വന്നിട്ട്. അതിനകത്ത് ഞാൻ വ്യക്തമായിട്ട് പറയുന്നുണ്ട്, ആ വീഡിയോ ക്ലിപ്പും കൂടെ നിങ്ങൾ ദയവ് ചെയ്ത് ഇടണം. ഞങ്ങൾ കുറേ നാളുകളായിട്ട് ഞങ്ങൾ പിരിഞ്ഞ് ജീവിക്കുകയാണ്. ഞങ്ങളിപ്പം അത് പക്ഷേ പൂച്ചം സംസാരിക്കാൻ തുടങ്ങി, ആൾക്കാർ പറയാൻ തുടങ്ങി ഞങ്ങൾ ഡിവോഴ്സ് ആണെന്ന് പറയാൻ തുടങ്ങി. അത് പല വേറൊരു രീതിയിലോട്ട് ആവാതിരിക്കാൻ വേണ്ടി ഞാനിപ്പം മീഡിയയിൽ വന്ന് പറഞ്ഞു. ഞാനാണ് ആദ്യമായിട്ടൊരു മീഡിയയിൽ വന്ന് സംസാരിക്കുന്നത്. ഞാൻ തെളിവ് കാണിക്കാം. ഒറ്റ എന്നൊരു മൂവി സമയത്ത് ഞാൻ ഈ പറഞ്ഞ പുള്ളിയെ ഞാൻ പരിചയപ്പെടുന്നത് എയർ ഹോസ്റ്റസ് ആയിട്ട് ചെയ്യാനായിരുന്നു. അപ്പം അതിന് വേണ്ടിയിട്ട് എന്നെ വിളിച്ചപ്പം എന്നെ വിളിക്കുന്നത് കോൺടാക്ട് ചെയ്യുന്നത് അവൾക്ക് മെസ്സേജ് ആയിട്ട്, അവളുടെ കയ്യിൽ ആ സ്ക്രീൻഷോട്ട് ഉണ്ട്. അത് ഞാൻ നിങ്ങൾക്ക്, അവൾ നാട്ടിൽ വരട്ടെ, നാട്ടിൽ വന്ന ഉടനെ അതിൻ്റെ സ്ക്രീൻഷോട്ടും ഡേറ്റും എല്ലാം ഞാൻ കാണിച്ചു തരാം, ആ ഇയർ കാണിച്ചു തരാം. അന്നേരം പുള്ളി ചോദിക്കുന്നു, ആ കൂടെ വന്ന കുട്ടിക്ക് അഭിനയിക്കാൻ താല്പര്യമുണ്ടോ, ഇങ്ങനെ ഉണ്ടെങ്കിൽ ഈ ഒരു ക്യാരക്ടർ ചെയ്യാൻ താല്പര്യമുണ്ടെന്ന് പറയുന്നു. എൻ്റെ നമ്പർ കൊടുക്കുമെന്ന് ചോദിക്കുന്നു. അപ്പം ഞാൻ പറയുന്നത്, നീ കൊടുത്തി അയച്ചേക്ക്, നീ അയക്കും. ഞാൻ അങ്ങനെയാണ്, കാരണം ഇതിൻ്റെ സമയത്ത് ഞാൻ ഡിപ്രഷൻ അടിച്ച് കുറേ പ്രശ്നങ്ങളിൽ നിൽക്കുകയാണ് ഞാൻ. അപ്പം ഞാൻ നീ കൊടുത്തേക്കെന്ന് പറയുന്നു. അവളാണ് ഈ നമ്പർ കൊടുക്കുന്നതും. ആ സിനിമയുടെ സമയത്താണ് ഞാൻ പുള്ളിയെടുത്തൊന്ന് സാറിന് വിളിച്ച് സംസാരിക്കുന്നത്. അതിനുശേഷം ലൈഫിലുണ്ടായ പ്രശ്നങ്ങളോട് നല്ല ഫ്രണ്ട്ഷിപ്പായി. ആ സാധനമാണ് ഈ 4 വർഷം മുന്നേ 10 വർഷം മുന്നേ ഞാൻ എൻ്റെ ജീവിതം തകരാൻ ഈ പുള്ളി കാരണമാണെന്നുള്ള സാധനം സ്ക്രിപ്റ്റഡ് ഉണ്ടാക്കിയത്. എൻ്റെ കയ്യിൽ നിന്ന് കുറേ തെറ്റുകൾ പറ്റിയിട്ടുണ്ട്. ഞാൻ തെറ്റ് പറ്റിയിട്ടില്ലെന്ന് പറയുന്നില്ല. ഞാൻ ഒരു വീഡിയോ ഒക്കെ ഇട്ട് നമ്മൾ കുറച്ച് സാധനങ്ങളൊക്കെ ഇട്ടല്ലോ, അതിനാണ് ഇത് വിവാദമായെന്ന് പറയുന്നു. പക്ഷേ അതിന് മുന്നേ എന്നെ ഇതിങ്ങനെ ഇയാൾ പീഡിപ്പിക്കാൻ തുടങ്ങിയിട്ടുണ്ടല്ലോ. ഈ പീഡനം കുറേ നാൾ കൊണ്ടുണ്ട്. ഓക്കെ, ആദ്യ ഭാര്യനെ പുള്ളിക്കാരൻ ഡിവോഴ്സ് ചെയ്തിട്ടില്ല. ഇപ്പോൾ രണ്ടാം ഭാര്യയ്ക്കും ആ ഡിവോഴ്സ് കൊടുക്കുന്നില്ല. പോട്ടെ, എല്ലാ ക്ഷമിച്ച് ഞാൻ പറഞ്ഞു എനിക്ക് ഡിവോഴ്സ് വേണം എന്ന് പറഞ്ഞ് ലാസ്റ്റ് ഈ പേരും പറഞ്ഞിട്ട് അവൻ ഡിവോഴ്സ് തരാമെന്ന് പറഞ്ഞു. മ്യൂച്വൽ ഞങ്ങൾ സൈൻ ചെയ്തു. മ്യൂച്വൽ കൊണ്ട് ഞങ്ങൾ സൈൻ ചെയ്ത് മ്യൂച്വൽ എടുത്ത് ഡേറ്റുകൾ എടുത്ത് ഞങ്ങൾ ഒരു വക്കീൽ വെച്ചു. അവൻ പറഞ്ഞു ഒരു വക്കീൽ, അവൻ്റെ വക്കീൽ വെക്കാൻ പറഞ്ഞു. അവൻ പറഞ്ഞു വക്കീലിനെ വെക്കണ്ട, നമുക്കൊരു വക്കീൽ, മ്യൂച്വൽ അല്ലേ, ഒരു വക്കീൽ വെക്കാമെന്ന് പറഞ്ഞു. നമ്മളൊരു ഫ്രണ്ട് വഴി നമ്മൾ ആ വക്കീലിനെ വെച്ചു. എൻ്റെ ഒരു ഫ്രണ്ടാണ് വക്കീൽ, മനു എന്ന് പറഞ്ഞ വക്കീലിനെ കൊണ്ട് നമ്മൾ ചെയ്യിപ്പിച്ചു. ആ കാര്യങ്ങളെല്ലാം ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്ക് ഡേറ്റിന് വിളിച്ച സമയത്ത് ഇവൻ വന്നില്ല. മനസ്സിലായ? ആദ്യ ഭാര്യനെ രജിസ്റ്റർ ചെയ്തിട്ടില്ല, പള്ളിയിൽ വെച്ച് കിട്ടിയതായിരിക്കാം. എന്തോ സംതിങ് ഫിഷി എന്ന് പറയാനേ പറ്റുള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ഭാര്യയ്ക്ക് ഡൈവോഴ്സ് കൊടുക്കാതെയാണ് ഈ ഒരു കല്യാണം നടത്തിയിട്ടുള്ളത്. അപ്പോൾ അത് ചീറ്റിംഗ് എന്നാണ് പറയുക ശരിക്കും പറഞ്ഞാൽ. അവൻ മനഃപൂർവ്വം പണി തരാണ്, അതായത് നമുക്ക് ഡിവോഴ്സ് തരത്തില്ല. അത് കഴിഞ്ഞ് കുറേ നാൾ കഴിഞ്ഞപ്പോഴാണ് ഞാൻ അറിയുന്നത് ആദ്യ ഭാര്യയെ പുള്ളിക്കാരൻ ഡിവോഴ്സ് ചെയ്തിട്ടില്ല. എന്നെ പറ്റിച്ചാണ് ഇയാൾ മാരേജ് ചെയ്തേക്കുന്നത്. അന്ന് ഞാൻ ആദ്യം പറഞ്ഞതിനകത്ത് പറയുന്നുണ്ട്, ആദ്യ സമയത്ത് ഇയാൾക്ക് ഈ മതങ്ങളെ വിശ്വാസമില്ല എന്ന് പറയുന്ന കാരണം പള്ളിയിൽ പോയി നമ്മൾ ഇത് അന്വേഷിക്കുമ്പോൾ പള്ളിയിൽ പറയും, ഡിവോഴ്സ് ആയിട്ടില്ല, ഇവരുടെ ഡിവോഴ്സ് ആയതിനു ശേഷം അടുത്ത് നമുക്ക് നിക്കാതെ നടത്താമെന്ന് പറയും. അത് മറച്ചു വെച്ചിട്ടാണ് ഇവരെല്ലാം നമ്മൾ ഈ കല്യാണം എന്ന് പറഞ്ഞാൽ ഈ രജിസ്റ്റർ മാരേജ് എന്ന് പറഞ്ഞ സാധനം ചെയ്തത്. രജിസ്റ്റർ മാരേജ് അവർ ചെയ്തിട്ടില്ലായിരിക്കാം മേ ബി, അതുകൊണ്ടായിരിക്കും എനിക്ക് രജിസ്റ്റർ മാരേജ് ചെയ്തത്. ഈ സാധനം ചെയ്ത് കഴിഞ്ഞതിന് ശേഷം ഞാൻ അറിയുന്നു ഇയാൾ ആ വൈഫിന് പോലും ഡിവോഴ്സ് കൊടുത്തിട്ടില്ല. ആദ്യത്തെ വൈഫിന് അതായത് ഒരു ഓർത്തഡോക്സ് ഫാമിലിയിൽ പെട്ട ഒരു സ്ത്രീയാണ്. അപ്പോൾ അവർക്ക് അതിൻ്റെ ഒരു എന്താ പറയുക കെട്ടുപാടുകളും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ അതിൻ്റെ ആ ചട്ടക്കൂടിനുള്ളിൽ നിന്നുകൊണ്ടേ അവർക്ക് ഫൈറ്റ് ചെയ്യാൻ സാധിക്കൂ. അപ്പോൾ ആ ഒരു ഫൈറ്റ് നമ്മളെ ഫിറോസിൻ്റെ അടുത്ത് ചിലവാവില്ല. എന്ന് വെച്ചാൽ ഫിറോസ് ഒരു ഫെമിലിയർ പേഴ്സണാണ്. ഞാൻ ആദ്യം പറഞ്ഞല്ലോ, ഒരു ഫെമിലിയർ പേഴ്സണിൻ്റെ അടുത്ത് ഒരു ഫെമിലിയർ പേഴ്സൺ ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വന്നിരുന്നിട്ട് 4 സംഭാഷണം പറയുമ്പോൾ അത് കേൾക്കാനേ ആൾക്കാരുണ്ടാവുള്ളൂ. ഒരു സാധാരണക്കാരൻ സംസാരിക്കുന്നിടത്ത് കേൾക്കാനായിട്ട് ശ്രോതാക്കൾ ആൾക്കാർ കുറവായിരിക്കും. 100 പവനോളം അയാളുടെ അടുത്ത് യൂസ് ചെയ്തിട്ടുണ്ട്. അയാൾ ആഡംബര ജീവിതത്തിന് വേണ്ടി അയാളെ കല്യാണം ആഡംബരമായിട്ട് നടത്തിയത് 19 പവൻ എടുത്തിട്ട് ഇയാൾ ആ സ്വർണം കൊണ്ടുവന്ന ഉടനെ തന്നെ അടുത്ത ദിവസം വിൽക്കുന്നു. അതിൻ്റെ തെളിവുകളും കാര്യങ്ങളും എല്ലാം പുള്ളിക്കാരിയുണ്ട്. പുള്ളിക്കാരിയും ഇതുപോലെ ഓർത്തഡോക്സ് ഒരു ഫാമിലി, ഒരു ഭയങ്കര ഒരു റെപ്യൂട്ടഡ് ഫാമിലിയിലുള്ള ഒരു പുള്ളിക്കാരിയാണ്. അവരും ഇവനെ പേടിച്ചാണ് ജീവിക്കുന്നത്. കാരണം ഇവൻ ഒരു മീഡിയയിൽ നിൽക്കുന്ന ഒരു പേഴ്സൺ ആയതുകൊണ്ട് ഇവൻ എന്ത് പറയുന്നോ അവർക്ക് മീഡിയയിൽ വരാൻ താല്പര്യമില്ല. അപ്പം മീഡിയയിൽ വന്ന് പറയുമ്പം ഇവർ മീഡിയയിൽ പറയുന്ന ആൾക്കാർ അതാ വിശ്വസിക്കത്തുള്ളൂ, ആൾക്കാരെല്ലാം വിശ്വസിക്കുന്നുണ്ട്. അവരും പേടിച്ചാണ് ജീവിക്കുന്നത്. അവർ നമ്മൾ സംസാരിച്ചപ്പം ഏകദേശം ഞാൻ അനുഭവിച്ച അതേ പീഡനമാണ് അവരും അനുഭവിച്ചിട്ടുള്ളത്. ആ ഒരു കുഞ്ഞിനിപ്പം 17 വയസ്സായി. ആ കുഞ്ഞിനെ പോലും ഒരു തരി സ്വർണം, ഏതോ വീഡിയോയിൽ ഇട്ടെന്നുള്ളത് അറിയാം, ഏതോ ഒരു വീഡിയോയിൽ വന്നിട്ടുണ്ട്, ഒരു തരി സ്വർണം പോട്ടെ, ഒരു തരി മുട്ടായി മേടിച്ചു കൊടുക്കട്ടെ, അവൻ ഒരു ചെലവിന് പോലും കൊടുത്തിട്ടില്ല. അപ്പം എൻ്റെ മാരേജ് ഇല്ലീഗലാണ്. അന്നേരം ഇവൻ ചെയ്തു വെച്ചിരിക്കുന്നത് ഇല്ലീഗൽ, എന്നെ കഴിച്ചിരിക്കുന്ന ഇല്ലീഗൽ മാരേജാണ്. പിന്നെ ഈ പ്രശ്നങ്ങൾ തുടങ്ങാൻ കാരണം ഒരു 5 സെന്റ് സ്ഥലം വീടും എനിക്കുണ്ട്. ആ വസ്തു ഞാൻ അവൻ്റെ പേരിലോട്ട് എഴുതി കൊടുത്താൽ അവൻ എനിക്ക് ഡിവോഴ്സ് തരാമെന്നാണ് പറയുന്നത്. അപ്പോൾ ഇവർ 2 പേരും ഒരേപോലത്തെ പീഡനങ്ങളാണ് അനുഭവിച്ചുകൊണ്ടിരിക്കുന്നതും. ഇനി
എന്താ പറയുക, ആ ഒരു വഴിയിലൂടെ തന്നെയാണ് ഈ പുള്ളിക്കാരത്തിയും സഞ്ചരിക്കുന്നത്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യ ഭാര്യയ്ക്ക് ഡൈവോഴ്സ് കൊടുത്തിട്ടില്ല, രണ്ടാം ഭാര്യയ്ക്ക് ഡൈവോഴ്സ് കൊടുത്തിട്ടില്ല. അപ്പോൾ ഒരേപോലെ തന്നെ ആദ്യ ഭാര്യയിൽ നിന്ന് ഒരുപാട് പൈസയും കാര്യങ്ങളൊക്കെ, അതായത് ഒരുപാട് ഗോൾഡ് എടുത്ത് അവൻ തിരിമറി നടത്തിയിട്ടുണ്ട്. ഇത് ഞാൻ പറഞ്ഞു പറ്റത്തില്ല, എനിക്ക് എൻ്റെ കുഞ്ഞുങ്ങളാണ്, എൻ്റെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയിട്ടുള്ളത് നിങ്ങൾക്ക് അടിച്ചു പൊളിക്കാനും ഇതൊന്നും ചെയ്യാനും പറ്റത്തില്ല. ഇപ്പം ജപ്തിയായി കിടക്കുകയാണത്. എൻ്റെ പേരിലാണ് ലോൺ എടുക്കുന്നത്, എൻ്റെ പേരിലേക്ക് ആ വീടിന് 15 ലക്ഷം രൂപയ്ക്ക് ലോൺ എടുത്തിട്ടുണ്ട്, അത് ലാപ്സായി കിടന്നത്. എൻ്റെ ലാസ്റ്റ് അതും ജപ്തിയുടെ ഘട്ടത്തിൽ എനിക്കൊരു ക്രെഡിറ്റ് കാർഡ് അതിൻ്റെ തലയിലാക്കി. ഇവനൊരു ബുള്ളറ്റ് ഞാൻ ഒരു ഗിഫ്റ്റായിട്ട് കൊടുത്തൊരു ബുള്ളറ്റ് ഉണ്ട്, അതിനും മാസം അടയ്ക്കാമെന്ന് പറഞ്ഞിട്ടാണ് ഞാൻ ആദ്യത്തെ എമൗണ്ട് വെച്ചിട്ട് അവന് ഗിഫ്റ്റ് കൊടുക്കുന്നത്. അതും എൻ്റെ തലയിലായി സിവിൽ സ്കോർ വെച്ചിട്ട് എൻ്റെ മൊത്തം എനിക്കിപ്പോൾ ഒരു ലോൺ പോലും, എനിക്കൊരു പേഴ്സണൽ ലോൺ പോലും എടുക്കാൻ പറ്റാത്ത രീതിയിൽ എന്നെ കുരുക്കിയിട്ടേക്ക് ഇവൻ. അതായത് ആ മക്കളെ നോക്കുന്നത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു സജനയാണ്. അപ്പം ആദ്യത്തെ കല്യാണത്തിലുണ്ടായിട്ടുള്ള കുട്ടീനെ നോക്കുന്നതും അതിൻ്റെ അമ്മയാണ്. ഇവന് യാതൊരു വക റെസ്പോൺസിബിലിറ്റിയും ഇല്ല. കുട്ടികളെ ഉണ്ടാക്കിയിടുക എന്നല്ലാതെ ഇവനൊന്നും ചെയ്യുന്നില്ല കാര്യമായിട്ട്. എന്താ ചെയ്യുക? ഇത്രയും ചെയ്തിട്ട് പോലും ഞങ്ങൾ 2 പെണ്ണുങ്ങൾ ഇതിനകത്ത് കിടന്ന് പീഡനപ്പെട്ടുകൊണ്ടിരിക്കുക. ഇയാളുടെ കണ്ണിൽ ഞങ്ങൾ വെറും വേഷ്ടികളാണ്, ഞങ്ങൾ വെറും പന്നലുകളാണ്, ഞങ്ങൾ വെറും തെണ്ടികളാണ്. പക്ഷെ ഈ തെണ്ടികളാണല്ലോ 2 കുഞ്ഞുങ്ങളെ ഞങ്ങൾ നോക്കുന്നത്. ഇവൻ കാണിച്ചു കൂട്ടുന്ന പ്രോകൃതം ഞാൻ അതും കൂടെ ഇതിനകത്ത് മെൻഷൻ ചെയ്തിട്ടുണ്ട്. എനിക്ക് ഒരു കാര്യം വിവരം പറഞ്ഞിട്ടുണ്ട്, അതിന്റെ സത്യാവസ്ഥ ഞാൻ വിളിച്ചു തിരക്കിയിട്ടുണ്ട്. പക്ഷേ അതൊരു മൈനർ കേസാണ്. ഒരു 17 വയസ്സ് സ്വന്തം മകളുടെ പ്രായമുള്ള ഒരു കുഞ്ഞിനെ ഒരു ഹോട്ടലിൽ കൊണ്ട് ഇവൻ കൊണ്ട് ഉപയോഗിച്ചിട്ടുണ്ട്. ആ കുഞ്ഞിനെ പ്രേമമെന്ന് പറഞ്ഞ് നടിച്ചിട്ട് ആ കുഞ്ഞിനെ ഭയങ്കരമായിട്ട് ആ കൊച്ചു കുറേ ഗിഫ്റ്റുകൾ കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ പേരോ ഡീറ്റെയിലോ ഒന്നും ഞാൻ ഇവിടെ പറയുന്നില്ല, അതൊരു മൈനറാണ്. അത് എൻ്റെ അടുത്ത് റിക്വസ്റ്റ് ആണ്, ഇതാ എൻ്റെ പേരിൽ ഒരിക്കലും എൻ്റെ പേര് ഇതിനകത്ത് എടുത്തിടല്ലേ, എൻ്റെ പേരിനകത്ത് എനിക്ക് കല്യാണം കഴിക്കാനുള്ളതായി എനിക്ക് തെറ്റുപറ്റിപ്പോയതാ, ഇതാ ഒരിക്കലും. ഞാൻ ആ കുഞ്ഞിനെ എൻ്റെ മകളെ പോലെ, അല്ലെങ്കിൽ ഫിറോസിൻ്റെ മകളെ ഞാൻ ഒരു മകളെ പോലെ, എൻ്റെ മകളെ പോലെ ഞാൻ കാണുവാണ്. ആ കുഞ്ഞിൻ്റെ പ്രായമുള്ള ഒരു കുഞ്ഞ് എൻ്റെ അടുത്ത് റിക്വസ്റ്റ് ചെയ്യാണ്, അതുകൊണ്ട് ഞാൻ അത് എടുത്തില്ല. പക്ഷെ ലീഗലി ഞാൻ മൂവ് ചെയ്യുന്നുണ്ട്. ആ കുഞ്ഞിൻ്റെ പേര് വെളിയിൽ വരാതെ ഈ ഒരു കാര്യം ഞാനതൊരു ഇതിനകത്ത് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ആ കുഞ്ഞിന്റെ കാര്യം തിരക്കി കണ്ട് ഇവനെ ലീഗലി ഇവന്റെ വെളിയിൽ ഒരു മൈനർ കേസിനെ ഈ കുഞ്ഞിനെ പീഡിപ്പിച്ച കാര്യം വെളിയിൽ വരണം. പ്രായപൂർത്തിയാവാത്ത ഒരു പെൺകുട്ടിയെ ഹോട്ടലിൽ കൊണ്ടുപോയിട്ട്, പറയാൻ തന്നെ നമുക്ക് എന്തോ പോലെയാണ്, ഹോട്ടലിൽ കൊണ്ടുപോയിട്ട് ഇവൻ യൂസ് ചെയ്തിട്ടുണ്ട് പ്രേമമാണെന്ന് പറഞ്ഞിട്ട്. ഇവൻ എന്തൊരു നാറിയാണെന്ന് ആലോചിക്കണം ഞാൻ. ഈ പറയുന്ന കാര്യങ്ങളൊക്കെ നടന്നിട്ടുണ്ടെങ്കിൽ ഇവന് നല്ല തക്കതായിട്ടുള്ള ശിക്ഷ കിട്ടണം തന്നെയാണ് എൻ്റെ ഒരു പ്രാർത്ഥനയും എൻ്റെ ഒരു ആഗ്രഹവും. അതുപോലെ തന്നെ ഒരു ബിഗ് ബോസ് കണ്ടസ്റ്റന്റ് ഇവന്റെ കൂടെ ബാംഗ്ലൂർ ഇവൻ കഞ്ചാവ് അടിച്ച് നടന്ന് ആ പെൺകുട്ടിയും കൂടെ കഞ്ചാവ് അടിച്ച് ഇവൻ ഭയങ്കര ആർമാദിച്ച് അങ്ങനെ ഭയങ്കര രീതിയിൽ ഒരു ഹോട്ടൽ റൂം എടുത്ത് ഇവൻ അവളെ യൂസ് ചെയ്തൊരു കാര്യമുണ്ട്. ഞാൻ ആ പുള്ളിക്കാരിക്ക് മെസ്സേജ് അയച്ചിട്ടുണ്ട്. ഞാൻ ആ പുള്ളിക്കാരിയുടെ ഡീറ്റെയിൽ ഇപ്പം പറയാതെ, ഞാൻ പുള്ളിക്കാരിയോട് സംസാരിക്കണം, എനിക്ക് ഡീറ്റെയിൽ വേണം, ഞാൻ കാര്യങ്ങൾ പറയാം. പുള്ളിക്കാരിയുടെ പുള്ളിക്കാരി മാപ്പെന്ന് പറയട്ടെ. അല്ലെങ്കിൽ എന്നെ വിളിച്ചിട്ടില്ലെങ്കിൽ ആ പുള്ളിക്കാരി ആരാണെന്നും ആ ബിഗ് ബോസ് കണ്ടസ്റ്റന്റ് എന്നറിഞ്ഞ ആരാണെന്നും ഞാൻ ഇനിയും പറയും. അത് ആ പുള്ളിക്കാരിയും കൂടെ ഞാൻ വെളിയിലെടുത്തിടേണ്ട കാര്യം വരും. അതേപോലെ തന്നെ ഒരു ആയുർവേദ ഡോക്ടർകാരിയെ വിളിച്ചിട്ട് ഈ കൊച്ചിനെ ഇതേപോലെ മാരേജ് എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് ഇയാൾ ഇത് ചെയ്യുന്നത്, മാരേജ് ചെയ്യാം എന്നൊക്കെ പറഞ്ഞ് ഫിസിക്കൽ യൂസ് ചെയ്തതിന് ശേഷം അയാൾ തലയിലായെന്നറിയുമ്പം ഇയാൾ നൈസിന് അവരെയും തേച്ചു. അവരും മാനസികമായിട്ട് ഇപ്പം ദുബായിലെങ്ങാണ്ട. അത് കഴിഞ്ഞ് വേറൊരു പുള്ളിക്കാരി, അങ്ങനെ കുറേ. അതേപോലെ തന്നെ നിങ്ങൾക്കറിയാൻ പറഞ്ഞിട്ട് ഷിയാസിന്റെ ഒരു കേസിൽ ഒരു സംഭവം നടക്കുന്നുണ്ടായിരുന്നല്ലോ ഒരു പുള്ളിക്കാരിയുടെ. ആ പുള്ളിക്കാരിയായിട്ട് ഇയാളും ഭയങ്കര അഫെയർ ആയിരുന്നു. അത് ഇനി ഇവർ ഒരു പരിപാടിയിൽ ഒരു പാർട്ടിയിൽ പങ്കെടുക്കുമ്പോൾ ഓപ്പണായിട്ട് നിന്നിട്ട് ഒരു സ്ത്രീനെ ഇവൻ ഫ്രഞ്ച് കിസ് അടിക്കുന്നത് കണ്ടതിന് ശേഷമാണ് പുള്ളിക്കാരത്തി ഭയങ്കരമായിട്ട് ചൂടാവുകയും ആ ഒരു പാർട്ടിയിൽ നിന്ന് ഇറങ്ങിപ്പോരുകയും ചെയ്തു. അപ്പം അതിൻ്റെ ഒരു കാര്യം കൂടി പറയാം. അപ്പം അതും കൂടി കഴിഞ്ഞിട്ട് നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. ഞാൻ സൂര്യജോഡി നമ്പർ 1 എന്ന് പറഞ്ഞാൽ സൂപ്പർ ജോഡിയാണോ സൂര്യജോഡിയാണോ എന്നോടാ, നമ്മളുടെ ബഷീർ ബാഷി അങ്ങനെ അവരെല്ലാം ഉള്ള സീസണിൽ എനിക്ക് തോന്നുന്നു അതിനകത്ത് കുറേ ആർട്ടിസ്റ്റുകളുണ്ടായിരുന്നു. മൃദുല ഉണ്ടായിരുന്നു, നമ്മളുടെ ജിഷിൻ ചേട്ടനുണ്ടായിരുന്നു, പ്രമോദേട്ടനുണ്ടായിരുന്നു, അങ്ങനെ കുറേ ആർട്ടിസ്റ്റുകളുള്ള ഒരു പ്രോഗ്രാമായിരുന്നു. സൂര്യജോഡിയാണോ സൂപ്പർ ജോഡിയാണോ അതിൻ്റെ ഒരു നൈറ്റ് പാർട്ടി ഞങ്ങളെല്ലാം കഴിഞ്ഞിട്ട്, ഞങ്ങൾ ഷൂട്ടെല്ലാം കഴിഞ്ഞിട്ട് നൈറ്റ് പാർട്ടി ഞങ്ങൾ എല്ലാവരും കൂടെ ഒരു ദിവസം എല്ലാവരും അതിനകത്തുള്ളവരെല്ലാവരും കൂടെ കൂടി ഞങ്ങളെല്ലാവരും കൂടെ അടിച്ചു പൊളിക്കാൻ വേണ്ടി അതിനകത്ത് നിന്നിട്ടുണ്ടായിരുന്നു. നമുക്ക് വേണ്ടത് തെളിവാണ്. ഇപ്പോൾ ഒരു കോടതിക്കായാലും ഇപ്പോൾ ജനങ്ങൾക്കായാലും വേണ്ടത് തെളിവാണ്. ഇപ്പോൾ ഒരു പെണ്ണ് കരഞ്ഞ് പറഞ്ഞത് കൊണ്ടൊന്നും ഇവിടെ ആരും അത് വിശ്വസിക്കാൻ പോകുന്നില്ല. അതായത് ഇതിൻ്റെ അപ്പുറത്തേക്ക് ഈ
ഇപ്പോൾ ഫിറോസ് വന്നിട്ട് ഇതിൻ്റെ അപ്പുറത്തേക്ക് 4 സംഭാഷണം നിങ്ങളെക്കുറിച്ച് പറഞ്ഞ് കരഞ്ഞ് പറയുകയാണെങ്കിൽ ജനങ്ങൾ നേരെ അങ്ങോട്ടേക്ക് പോകും. ആ ഈ ഒരു സൊസൈറ്റി അങ്ങനെയാണ്. അപ്പോൾ ഈ ഒരു സൊസൈറ്റിയുടെ മുന്നിൽ തെളിവാണ് ആവശ്യം, അത് നിങ്ങൾ പ്രൂവ് ചെയ്യാൻ തന്നെ വേണം. അപ്പോൾ ആ അടിച്ചുപൊളിയുടെ ഇടയ്ക്ക് ഒരു ഇൻസിഡൻറ്റ് ഇതുപോലെ ഉണ്ടായിട്ടുണ്ട്. കാരണം ഇതൊക്കെ ഒരു തെളിവാണ്. കാരണം ഇയാൾ ഇനി പറഞ്ഞുണ്ടാക്കി ഇതൊക്കെ കള്ളത്തരമാണ്. കാരണം ഇതിനൊന്നും തെളിവെന്ന് പറഞ്ഞാൽ കാണിക്കാൻ ഈ മുറിവുകൾ കാര്യങ്ങളൊക്കെ ഉള്ളൂ. നമ്മൾ വായാൽ പറയുന്ന കാര്യങ്ങളെ നമ്മുടെ കയ്യിലുള്ളൂ. ഞാൻ ഇങ്ങനെ നമ്മളെല്ലാം തമാശ പറഞ്ഞാൽ ഞങ്ങളെല്ലാം ചിരിച്ചുകൊണ്ടിരുന്നപ്പം ജിഷിൻ ചേട്ടൻ ഇവരൊക്കെ ഇങ്ങനെ നോക്കിയിട്ട് ഒരു പക്ഷേ ജിഷിൻ ചേട്ടനൊക്കെ ഇത് വെളിയിൽ വന്ന് പറയുമെന്ന് തോന്നുന്നു. ആ ഇൻസിഡൻറ്റ് എല്ലാവരും കൂടി ഇങ്ങനെ സ്റ്റക്കായിട്ട് നോക്കാം. അപ്പോൾ ഞാൻ ഇതെന്താ നോക്കിയിട്ട് ഞാൻ സ്റ്റക്കായിട്ട് നോക്കിയിട്ട് ഞാൻ കറക്റ്റ് കണ്ണാടിയിൽ കാണും. ബാത്റൂമിൻ്റെ ഒരു സൈഡിൽ ഇവിടെ ഒരു ഈ സൈഡിലൊരു അലമാരി ഇരിപ്പുണ്ട്. അലമാരിയുടെ ഡോർ ഇങ്ങനെ ഓപ്പണായി കിടക്കുകയാണ്. ഈ സൈഡിൽ ഓപ്പണായി കിടക്കുമ്പോൾ ഇതിനകത്തുള്ള മിററിൽ നിന്ന് നേരെ നമ്മളെ ബാത്റൂമിലോട്ട് റിഫ്ലക്ട് ചെയ്ത് ഇങ്ങനെ കാണാൻ പറ്റും. ഇങ്ങനെ എനിക്കാണ് ഇവിടെ പറഞ്ഞാൽ മനസ്സിലാവും. ചിലപ്പോൾ നമ്മളിങ്ങനെ കാണുമ്പോൾ ആ കണ്ണാടി കൂടെ ബാത്റൂം കാണാൻ പറ്റുന്നത്. അപ്പോൾ ഈ പുള്ളിക്കാരി ആരാന്ന് ഞാൻ പറയുന്നില്ല, അത് ആ ടീമിന് എല്ലാവർക്കും അറിയാം. ഈ പുള്ളിക്കാരിയും ഫിറോസ് ഖാനും കൂടെ അവിടെ നിന്ന് സിഗരറ്റ് വലിച്ചിട്ട് കൊടുക്കുന്നു, ഫ്രഞ്ച് അടിക്കുന്നു. ഇതാണ് ഞാൻ കാണുന്നത്. അത് ആ സമയത്താണ് ഞാൻ കണ്ടിട്ട് കുറച്ച് നേരം ഞാൻ സ്റ്റക്ക് ചെയ്ത് നിൽക്കുന്നത്. എന്താ ഇവരെല്ലാവരും എന്നെ നോക്കുന്നു. ഒരു നിമിഷം ഞാൻ ബ്ലാങ്ക് ആയിട്ട് പെട്ടെന്ന് ചാടി പോയി. ഞാൻ അവിടെ പ്രശ്നം ഉണ്ടാക്കുന്നു. അവിടെ കടന്ന് ഭയങ്കര കരച്ചിലും ബഹളവും ഓരോ കാര്യങ്ങളും ഞാൻ അവിടെ ഉണ്ടാക്കി. ഞാൻ അവിടെ നിന്ന് ഇറങ്ങി അടിച്ച് കടന്നു. അവർ അതായത് കെട്ടിപ്പിടി ഫ്രഞ്ച് അടിച്ചുകൊണ്ടിരിക്കുക. അവർ മനസ്സിലായില്ലേ? ബാത്റൂമിനകത്ത് നിന്നിട്ട് സ്മോക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഞാൻ ചോദിക്കുന്ന ഓപ്പണായിട്ടൊക്കെ ഇങ്ങനെ ചെയ്യാൻ ധൈര്യമുണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഇത്രയും ആൾക്കാരൊക്കെ ഇത്രയും സെലിബ്രിറ്റികളൊക്കെ നിൽക്കുന്ന ഒരു സ്ഥലത്ത് ഭാര്യനെ കൊണ്ടുവന്നുകൊണ്ടും ഭാര്യ ഒരു സ്ഥലത്തുണ്ട്, ആ ഭാര്യ അതേ സ്ഥലത്ത് തന്നെ ഉണ്ട് എന്ന് അറിഞ്ഞിട്ടും ഇമാതിരി പണിയൊക്കെ ചെയ്യണം കാണിക്കുന്ന ഒരു തൻ്റെ ഇടമുണ്ടല്ലോ. ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ മൊത്തത്തിൽ എല്ലാ കേസുകളും എടുത്ത് തലയിൽ വെച്ചിട്ടുണ്ട്. അതായത് ആദ്യ ഭാര്യയെ ഭീഷണിപ്പെടുത്തിയതിനെ കുറിച്ചും, അതായത് പിന്നെ പ്രായപൂർത്തിയാവാത്ത പെൺകുട്ടിയോട് മോശമായി പെരുമാറിയതിനെ കുറിച്ചും, പിന്നെ ഡിവോഴ്സ് തരാൻ പറഞ്ഞപ്പോൾ പുള്ളിക്കാരൻ ഒരു വിധത്തിലും അടുക്കാത്തതും, ഡിവോഴ്സിന് വേണ്ടിയിട്ടൊരു ഡേറ്റ് വെച്ചു. അപ്പോൾ ആ ഡേറ്റിന് ഇയാൾ വരാതെ അത് ലാപ്സായിപ്പോയി. പിന്നെ ആദ്യ ഭാര്യയുടെ 200 പവനോളം അയാൾ എടുത്തിട്ടുണ്ട്. അവരും ഇയാളെ പേടിച്ചാണ് ജീവിക്കുന്നത്. അതായത് സജന അനുഭവിച്ച അതേ പീഡനമാണ് ഈ ആദ്യ ഭാര്യയും അനുഭവിക്കുന്നത്. അവരുടെ കുഞ്ഞിന് ഇപ്പോൾ 17 വയസ്സായിട്ടുണ്ട്. ഒരു മിഠായി പോലും ഇയാൾ വാങ്ങിക്കൊടുത്തിട്ടില്ല. അവരും ഡിവോഴ്സ് ചെയ്തിട്ടില്ല. പിന്നെ സജനയെ വിവാഹം ചെയ്തത് ഇല്ലീഗലായിട്ടാണ്. അതുപോലെ തന്നെ സജനയുടെ പേരിലുണ്ടായിരുന്ന 5 സെൻറ്റും വീടും അത് പുള്ളിയുടെ പേരിലേക്ക് മാറ്റി എഴുതാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് വെച്ചിട്ട് 15 ലക്ഷം ലോൺ എടുത്തിട്ട് ഇപ്പോൾ ജപ്തിയിലേക്ക് പോയിരിക്കുകയാണ്. അതുപോലെ ലോണ്, ക്രെഡിറ്റ് കാർഡ്, വണ്ടിയുടെ അടവ് അതൊക്കെ സജനയുടെ തലയിലാണ്. ഒരു പേഴ്സണൽ ലോൺ പോലും കിട്ടാത്ത രീതിയിൽ ഒരു കുരുക്ക്, ഒരു കത്രിക പുട്ട് എന്നൊക്കെ പറയും, ആ ഒരു രീതിയിൽ കുടുക്കിയിട്ടിരിക്കുകയാണ്. ഇന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് സജന ഇത് അവസാനിപ്പിക്കുന്നത്. ഇനി എനിക്ക് സഹിക്കാൻ പറ്റില്ല, അതാണ് ഇപ്പോൾ ഞാൻ വന്നിട്ടെല്ലാം തുറന്നു പറഞ്ഞതും. കൂട്ടുകാരൊക്കെ ആ കുട്ടീനെ കളിയാക്കുകയാണ്. അതായത് ഉമ്മി പപ്പേനെ സപ്പോർട്ട് ചെയ്തിട്ടല്ല ആദ്യം വീഡിയോ ഇട്ടത്, അതുപോലെ പപ്പ എന്തുകൊണ്ട് ഉമ്മിയെ സപ്പോർട്ട് ചെയ്ത് വീഡിയോ ഇടുന്നില്ല എന്നും പറഞ്ഞിട്ട് എല്ലാ ഫ്രണ്ട്സും ആ മക്കളെ നല്ല രീതിയിൽ കളിയാക്കുകയും പരിഹസിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. എന്നിട്ടും ഇതൊക്കെ ആ കുട്ടി ഫിറോസിൻ്റെ അടുത്ത് വിളിച്ചു പറഞ്ഞിട്ടും ആക്ഷൻ വീഡിയോ കാണിച്ച് വന്നേക്കായിരുന്നു ഫിറോസ് എന്നും സജന പറയുന്നുണ്ട്. പിന്നെ സജന പറയുന്നത് ഫിറോസ് ഖാനെ ആക്ഷൻ എല്ലാവർക്കും കാണിക്കാം, പക്ഷെ ഞാൻ ലീഗലിയാണ് നീങ്ങുന്നത്. ആദ്യ ഭാര്യയെയും വിളിച്ച് ഭീഷണിപ്പെടുത്തിയിട്ടുണ്ട് അയാൾ. അത് അവർക്ക് മീഡിയയ്ക്ക് മുന്നിലേക്ക് വരാനായിട്ട് താല്പര്യമില്ലാത്തതുകൊണ്ടാണ്. കാരണം ഈ ഫിറോസ് എന്ന് പറയുന്ന വ്യക്തി ഒരു ഫെമിലിയർ പേഴ്സണാണ്. സോ അവൻ പറയുന്നത് കേൾക്കാനേ ആൾക്കാരുണ്ടാവും, ഇവർ പറയുന്നത് കേൾക്കാൻ ആൾക്കാരുണ്ടാവില്ല എന്നുള്ളൊരു ധാരണയാണ് അവർക്ക്. അതുപോലെ തന്നെ മൈനറായ ഒരു കുഞ്ഞിനെ, സ്വന്തം മകളുടെ പ്രായം, ആ ഒരു പ്രായമുള്ള ഒരു കുഞ്ഞിനെ ഹോട്ടലിൽ കൊണ്ടുപോയിട്ട് യൂസ് ചെയ്തിട്ടുണ്ട്. പ്രേമമാണെന്ന് പറഞ്ഞിട്ട് ആ കുഞ്ഞിന് കുറേ ഗിഫ്റ്റുകളൊക്കെ കൊടുത്തിട്ടുണ്ട്. ആ കുഞ്ഞിൻ്റെ പേര് ഇവിടെ വെളിപ്പെടുത്തുന്നില്ല, പക്ഷെ എൻ്റെ പേര് ഇതിനകത്തേക്ക് ഇടല്ലേ എന്നും പറഞ്ഞിട്ട് ആ കുഞ്ഞ് കരഞ്ഞ് സംസാരിച്ചിട്ടുണ്ട് സജനയുടെ അടുത്ത്. എനിക്ക് തെറ്റിപ്പോയി എന്നും പറഞ്ഞിട്ടാണ് ആ കുഞ്ഞ് കരഞ്ഞത്. അതുപോലെ തന്നെ ആ കുഞ്ഞിൻ്റെ പേരൊന്നും വെളിയിൽ വരാതെ തന്നെ സജന ലീഗലി കേസ് കൊടുക്കുകയാണ് ചെയ്തിട്ടുള്ളത്. അതുപോലെ തന്നെ ബിഗ് ബോസ് കണ്ടസ്റ്റൻറ്റിലെ ഒരാളുമായിട്ട് ഇവൻ ബാംഗ്ലൂർ പോയി
കഞ്ചാവ് അടിച്ച് നടന്നിട്ടുണ്ട്. ഒരു ഹോട്ടലിൽ റൂം എടുത്തിട്ട് ആ പുള്ളിക്കാരി ഇവനെ ഉപയോഗിച്ചിട്ടുണ്ട്. അതായത് സജനയ്ക്ക് അവരുമായിട്ട് സംസാരിക്കാനുണ്ട്. അതുകൊണ്ടാണ് ആ പുള്ളിക്കാരത്തിയുടെ പേര് സജന വെളിപ്പെടുത്താത്തത്. അതായത് പുള്ളിക്കാരിയുടെ അടുത്ത് സംസാരിക്കുമ്പോൾ പുള്ളിക്കാരി മാപ്പ് പറഞ്ഞില്ലെങ്കിൽ ആ പേര് വെളിപ്പെടുത്തും എന്നാണ് സജന പറഞ്ഞിരിക്കുന്നത്. അതുപോലെ ഒരു ആയുർവേദ ഡോക്ടറോടും മോശമായിട്ട് പെരുമാറിയിട്ടുണ്ട്. കല്യാണം കഴിക്കുമെന്ന് പറഞ്ഞിട്ട് ഫിസിക്കലി അബ്യൂസ് ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. അവരും ഡിപ്രഷനിലാണെന്നാണ് പറയുന്നത്. ഇവൻ്റെ ഒരു സ്ഥിരം പരിപാടിയാണെന്ന് തോന്നുന്നു കല്യാണം കഴിക്കാമെന്നും പറഞ്ഞിട്ട് അബ്യൂസ് ചെയ്യുന്ന ഒരു പരിപാടി. അവരുമായിട്ടും ഇവർക്ക് ഇവന് അഫയർ ഉണ്ടായിരുന്നു. അതും സജന കണ്ടുപിടിച്ചതാണ്. ആ പെണ്ണും ഇപ്പോൾ ഡിപ്രഷനിലാണ്. അതുപോലെ തന്നെ ഷിയാസിൻ്റെ കേസിൽ ഒരു പുള്ളിക്കാരിയില്ലേ, അവരുമായിട്ടും അഫയർ ഉണ്ടായിരുന്നു എന്നാണ് പറയുന്നത്. അതും സജന തന്നെയാണ് കണ്ടുപിടിച്ചിട്ടുള്ളത്. ആ കഥയിലുള്ള സംഭവം ഇതൊക്കെ ഒന്ന് തന്നെയാണ്. അപ്പൊ അങ്ങനെ കുറെ സംഭവങ്ങളുണ്ട് എന്നാണ് സജന പറഞ്ഞത്. അതുപോലെ തന്നെ സജനയും ഇവനും മാറി നിന്നതിന് ശേഷം ഇതുവരെ സജനയ്ക്ക് ഡിവോഴ്സ് കൊടുത്തിട്ടില്ല. അപ്പോൾ നിയമങ്ങളായിട്ട് തന്നെ നടക്കട്ടെ എല്ലാം എന്നും പറഞ്ഞുകൊണ്ട് ഇയാൾ പലരെയും വിളിച്ചിട്ട് പൈസ ചോദിച്ച് ഭീഷണിപ്പെടുത്തുന്നുണ്ടെന്നും സജന അറിഞ്ഞിട്ടുണ്ട്. അപ്പോൾ പണത്തിന് വേണ്ടിയാണ് ഇതെല്ലാം ചെയ്തു കൂട്ടുന്നത്. അപ്പോൾ ഇയാളുടെ അടുത്ത കുറേ ഫ്രണ്ട്സും കുറേ ആൾക്കാരൊക്കെ ഉണ്ട്. അപ്പം ഇത് വെൽ പ്ലാൻഡ് ആയിട്ടുള്ള ഒരു മൂവാണ്. അപ്പം അധികം വൈകാതെ തന്നെ അവർ ആരാണെന്നുള്ളതൊക്കെ വെളിപ്പെടുത്തുന്നൊക്കെ പറഞ്ഞിട്ടാണ് സജന ഇത് അവസാനിപ്പിക്കുന്നത്. ഫിറോസിന് എന്താ പറയാനുള്ളത് എന്നുള്ളതുണ്ട്, നമുക്ക് അടുത്ത വീഡിയോയിൽ സംസാരിക്കാം. നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്താണെങ്കിലും താഴെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. പോയി വരാം അടുത്തൊരു വീഡിയോയുമായിട്ട്.